PSCയുടെ മലയാളം ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പദശുദ്ധിയാണ് പരിചയപ്പെടുന്നത്. PSC ചോദ്യപേപ്പറുകളിലെ സ്ഥിരം സാന്നിധ്യമാണ് പദശുദ്ധി എന്നുള്ളത്. ചില ചോദ്യപേപ്പറുകളിൽ വാക്യശുദ്ധിയൊക്കെ ഒഴിവാക്കപ്പെടാം, എന്നാൽ ഒരിക്കലും ഒഴിവാക്കപ്പെടാത്ത, അതായത് 10 മാർക്കിന്റെ ചോദ്യത്തിൽ ഒന്ന് ഉറപ്പായും ഒരു പദശുദ്ധിയെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ അത് തന്നെ വ്യത്യസ്ത തലങ്ങളായിട്ടാണ് ഇപ്പൊ ചോദിച്ചു വരുന്നത്. പണ്ടൊക്കെ ഒരു വാക്ക് തന്നിട്ട് അതിന്റെ ശരിയായ രൂപം ഏത് എന്നുള്ളത് 4 വാക്കിൽ നിന്നൊന്ന് എഴുതാൻ ചോദിക്കും. ഇപ്പം ഏതെങ്കിലും വ്യത്യസ്തമായ 4 പദങ്ങൾ തരും, അവയുടെ ശരിയായ ക്രമം എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യം വരിക. കുറച്ച് നിയമങ്ങൾ കൂടി മനസ്സിലാവുന്ന രീതിയിലുള്ള പദശുദ്ധിയുടെ ചോദ്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് പദശുദ്ധിയെ കുറിച്ചുള്ള അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതും അക്ഷരമാലാക്രമത്തിൽ തന്നെ. നമ്മളിപ്പോൾ അക്ഷരങ്ങളൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ അക്ഷരമാലാക്രമത്തിൽ തന്നെ നമ്മൾ കുറച്ച് പുതിയ വാക്കുകളല്ല, മലയാളത്തിലുള്ള വാക്കുകൾ തന്നെ അതിന്റെ അർത്ഥം സഹിതം നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോ തുടങ്ങാം നമുക്ക്. അക്ഷരമാലാക്രമത്തിൽ തന്നെ വരികയാണ്. അനാച്ഛാദനം, അനാച്ഛാദനം. അപ്പോ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആണ് അല്ലെ. അപ്പോ ഈ ഭാഗത്താണ് ശരിയായ പദങ്ങൾ, ഇത് തെറ്റായ പദങ്ങളാണ്. കാരണം ഇങ്ങനെയൊക്കെ നമ്മളെ തെറ്റിക്കാൻ ചോദിക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പൊ നോക്കാം. അനാച്ഛാദനം, അനാച്ഛാദനം. എന്താ അനാച്ഛാദനം എന്ന് പറയാം? അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാ പ്രതിമയുടെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു എന്നൊക്കെ. മറ നീക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് അനാച്ഛാദനം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ എന്ത് പഠിച്ചാലും അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഒരു പ്രവണത നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത് കേട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകില്ലെങ്കിൽ എന്തോ പോലെ എന്നുള്ളൊരു തോന്നല് നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെയാണ് നമ്മുടെ പദസമ്പത്ത് വർദ്ധിക്കുന്നത്. അല്ലാതെ നമ്മൾ അർത്ഥത്തിന്റെ ക്ലാസ്സിൽ മാത്രമേ ഞാൻ അർത്ഥം മനസ്സിലാക്കൂ എന്നുള്ള ചിന്താഗതി ഒന്നും വേണ്ട. അപ്പൊ ഇപ്പോൾ വിപരീതം നമ്മൾ പഠിക്കുകയാണെന്നിരിക്കട്ടെ. നമ്മുടെ ഒരു ക്ലാസ് വിപരീതത്തിന്റെ ബേസ് ഉള്ള ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മൾ വിപരീതം പഠിക്കുമ്പോഴായാലും എതിർലിംഗം പഠിക്കുമ്പോഴായാലും ഒക്കെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചാലും അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. അപ്പോ അനാച്ഛാദനം എന്നുള്ളത് ഇതാണ് ശരിയായ രൂപം. അടുത്ത നോക്കാം. അനിശ്ചിതം. എപ്പോഴാണ് നമ്മൾ അത് കേട്ടുള്ളത്? അനിശ്ചിതകാല ബസ് സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ അനിശ്ചിതം എത്ര നാളത്തേക്കാണെന്നോ തീർച്ചപ്പെടുത്തിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അനിശ്ചിതം. നമ്മുടെ ശരിയായ ഉച്ചാരണത്തിനും ഒരു ഘടകം ഉണ്ട്. അതായത് ഇപ്പോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് കുഴിമന്തി എന്നൊന്ന് എഴുതാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ബുക്കിലോട്ട് ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുക, നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് വല്ല ആശയക്കുഴപ്പമുണ്ടോ കുഴിമന്തി എന്ന് എഴുതാൻ? ഇല്ല. ഏതെന്തായിരുന്നു എന്ന് ഒരു കൺഫ്യൂഷനും ഇല്ല. അതായത് കണ്ടും കേട്ടും രുചിച്ചും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു വാക്കാണ്. അതേപോലെ ഞാൻ നിങ്ങളോട് അവധി എന്നൊന്ന് എഴുതാൻ പറയാ, നിങ്ങൾക്ക് ഏത് ധായാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോ നമുക്ക് തെറ്റാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഇപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞൊരു LDക്ക് ചോദിച്ച ചോദ്യം പറയാം. അനാച്ഛാദനം അല്ല, അനാച്ഛാദനം ചോദിച്ചു LDക്ക്. അല്ലാതെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച വാക്ക് ഇതാണ്. ഏതാണെന്നറിയോ? നമ്മുടെ അന്തഛിദ്രം. കഴിഞ്ഞ LDക്ക് ചോദിച്ചതാ. അത് തന്നെ ഒരു HSA മലയാളത്തിന്റെ ചോദ്യമായിരുന്നു. അന്തഛിദ്രം, കലഹം, വഴക്ക് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക. അന്തഛിദ്രം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഈ കുഴിമന്തിയുടെയും അവധിയുടെയും അത്ര എളുപ്പമാണോ അന്തഛിദ്രം? അല്ല. അപ്പോ തെറ്റാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് വാക്ക് വലിയ പരിചയമില്ല. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചാരണത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉച്ചരിച്ചു തരിക പാശ്ചാത്യ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ലേ? ഏത് ഇച്ഛയാണ് പാശ്ചാത്യം എന്നുള്ളതിന്? എൻ്റെ ഉച്ചാരണം ഞാൻ 2 തരത്തിലും നിങ്ങൾക്ക് ഉച്ചരിച്ചു തന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് ഉച്ചരിച്ചു തരിക പാശ്ചാത്യം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അതായത് ആദ്യം ഷ പിന്നെ ച എന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ ആ ഉച്ചാരണത്തിൽ നിന്ന് തന്നെ. അപ്പൊ നമുക്ക് തെറ്റാനുള്ള അടുത്തൊരു കാരണമാണ്, നമ്മൾ തെറ്റായിട്ട് കുറേ വാക്കുകൾ
ഉച്ചരിച്ച് ശീലിച്ചു വെച്ചേക്കുക. അത് നമ്മൾ അതുപോലെ എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു ബേസ് ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും ഉള്ളൊരു ക്ലാസ്സാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ തരുന്നത്. അതായത് ഇത് അക്ഷരമാലാക്രമത്തിൽ, അതായത് കുറച്ചൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപകാരപ്പെടും. ഇതിൻ്റെ ഉയർന്ന തലത്തിലുള്ള പദശുദ്ധിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യും. കാരണം ഉയർന്ന തലം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഒരു ടെസ്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാണ്, LD ചോദിച്ചതാണ് ജളത, ജളത്വം, ജാള്യം, ജാള്യത, ഇതിനകത്ത് ഏതാ തെറ്റായ വാക്കെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എല്ലാം കേട്ട് പരിചയമുണ്ട്, ഏറ്റവും കൂടുതൽ കേട്ട് പരിചയം നമുക്ക് ജാള്യതയാണ്. പക്ഷേ ജാള്യതയായിരുന്നു തെറ്റായ വാക്ക്. അതൊരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ചോദിച്ചതാ, നാമനിഷ്പാദന രൂപങ്ങൾ എന്നുള്ളത്. അപ്പോൾ 1-2 മാതൃക ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സമ എന്ന് പറയുന്ന ഒരു ശബ്ദം, അക്ഷരങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നതിന് ആ ശബ്ദം എന്ന് പറയാം. സമത, സമത്വം, സാമ്യം ശരി, സാമ്യത തെറ്റ്. ഏകത, ഏകത്വം, ഐക്യം ശരി, ഐക്യത തെറ്റ്. ഇപ്പോൾ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലുണ്ടാവും. അതായത് ഒരു ശബ്ദത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതിൻ്റെ കൂടെ പിന്നെ താ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ആ ക്ലാസ് എടുക്കുന്നല്ല, ഇന്ന് ബേസ് എടുത്തിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിയമം അനുസരിച്ചുള്ള ടോപ്പിക് ബേസ് പദശുദ്ധിയുടെ ക്ലാസ് ഉറപ്പായിട്ടും നൽകിയിരിക്കും. അപ്പോൾ ഇത് ആദ്യമേ കയറി ഞാൻ ആ നിയമങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം പഠിച്ച് നമ്മൾ ഈ അക്ഷരങ്ങൾ പദങ്ങളൊക്കെ ഒന്ന് വരുതിയിലാക്കിയതിന് ശേഷം ഞാൻ ആ നിയമങ്ങളിലേക്ക് ഉദാഹരണ സഹിതം മനസ്സിലാക്കി തന്നോളാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അനിശ്ചിതം, ഇതാണ് ശരി. അടുത്ത നോക്കിയേ, അനിർവാര്യം. ഇത് അനിർവാര്യമായ ഒരു ഘടകമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അനിർവാര്യം തെറ്റായ പ്രയോഗമാണ്. എന്താണ് ശരി? അനിവാര്യം ആണ് ശരി. അനിർവാര്യം എന്ന് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, അനിവാര്യം മതി. അടുത്ത നോക്കിയേ, അനുഗ്രഹം, അനുഗ്രഹം അല്ലെ, അനുഗ്രഹം തെറ്റാണ്. എന്താണ് ശരി? അനുഗ്രഹമാണ് ശരി. അടുത്ത നോക്കിയേ, ഇത് നമുക്ക് ഏറ്റവും അധികം തെറ്റാവുന്ന ഒരു വാക്കാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഒരു സിനിമാ പേര് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സണ്ണി വെയിൻ നായകനായ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അനുഗ്രഹീതൻ ആന്റണി. ആ സിനിമാ പോസ്റ്റർ തെറ്റായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. നമ്മുടെ മനസ്സിൽ ഈ വാക്കങ്ങ് ഉറച്ചിരിക്കുക. അനുഗ്രഹീതൻ തെറ്റായ പ്രയോഗമാ. ഏതാ ശരി? അനുഗ്രഹീതൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് ശരി? അനുഗ്രഹീതനാണ് ശരി. അപ്പോൾ അനുഗ്രഹീതൻ തെറ്റായ പ്രയോഗം, അനുഗ്രഹീതൻ. ഞാൻ ഇത് തന്നെ ഈ അടുത്തിടെ ഒരു വാക്യശുദ്ധിയുടെ ചോദ്യമായിട്ട് കണ്ടു. അനുഗ്രഹീത കരസ്പർശമാണോ അനുഗ്രഹീത കരസ്പർശമാണോ എന്ന്. അപ്പൊ മനസ്സിലാവുന്നില്ലേ? അനുഗ്രഹീത കരസ്പർശമാണ് ശരി. അപ്പൊ അനുഗ്രഹീതൻ ഇതാണ് ശരിയായ പ്രയോഗം. അടുത്ത നോക്കാം, അനുരഞ്ജനം. ഇത് ഈ ഇജ്ഞ എന്നുള്ളത് നമുക്ക് വലിയൊരു പ്രശ്നമല്ലേ? അല്ലെ, ആദ്യം ഞാൻ എഴുതണോ ആദ്യം ജാ എഴുതണോ എന്ന് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ചെറിയൊരു വാക്കായ വ്യഞ്ജനങ്ങൾ എഴുതുമ്പോൾ പോലും തെറ്റിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം. ഞാൻ ഇത് പറയുന്നത് നമ്മൾ ഇതൊക്കെ പഠിക്കും. അക്ഷരമാലാക്രമത്തിൽ സ്വരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വ്യഞ്ജനങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ ഇതിനെ അങ്ങ് സോർട്ട് ചെയ്യും. അതായത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കുറച്ച് അക്ഷരങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈട, 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 ഇത് തന്നെ അകത്തോട്ട് തിരിയുന്നത്. അതേപോലെ ഈദ, ഇദ്ദ, ഈധ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരുന്ന അക്ഷരങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് സോർട്ട് ചെയ്ത് അത് സെപ്പറേറ്റ് നിങ്ങളെ മനസ്സിലാക്കി തരും. നമ്മൾ തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ പഠിച്ച് നമുക്ക് പദശുദ്ധിയുടെ ഒരു മാർക്ക് നേടിയെടുക്കണം. ഓക്കെ, റെഡി. അപ്പൊ അടുത്ത നോക്കിയേ, അനുരഞ്ജനം. ഇതാണ് ശരി. ആദ്യം ഞാ വേണം, പിന്നെ ജാ വേണം. അടുത്ത നോക്കിയേ, അനുഷ്ഠിക്കുക. ഏത് ഡായാന്ന് കൺഫ്യൂഷൻ വരുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ ഏത് ഡായാ ശരി എന്നുണ്ടോ? 0 ഡായാണ് ശരി. അപ്പൊ അനുഷ്ഠിക്കുക എന്നുള്ളതിന് ഈ ഡായാണെന്ന് ശ്രദ്ധിക്കാം. അടുത്ത നോക്കിയേ, അനുസരണ കൂടി 2 സാ വേണോ? വേണ്ട, 1 സാ മതി. അപ്പൊ അനുസരിക്കുകയ്ക്ക് 1 സാ മതി. അടുത്ത നോക്കിയേ, അന്വേഷിക്കുക. ഇതാണ് ശരി. അന്ധകാരം, അന്ധകാരം ജയിക്കട്ടെ അല്ലെ, ഓർമ്മയുണ്ട് അല്ലെ? ശക്തിമാൻ സീരിയലിലൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള. അപ്പൊ ഇരുട്ട് എന്ന അർത്ഥമുള്ള അന്ധകാരത്തിന്റെ ഏത് ഇന്ധായാണെന്ന് കണ്ടോ അല്ലെ? കുഴിമന്തിയുടെ ഇന്തായല്ല, ഏതിന്റെ ഇന്തായാണ്? അന്ധൻ അല്ലെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആ ഇന്തായാണ് വേണ്ടത്.
അടുത്ത നോക്കിയേ, അന്തഃപുരം തെറ്റാണ്. എന്താ അന്തഃപുരം എന്ന് മനസ്സിലായോ? രാജഭരണകാലത്ത് സ്ത്രീകൾക്ക് മാത്രമായ ഇടം അല്ലെ, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ സ്ത്രീകളുടെ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയാം, അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഇടത്തിനാണ് രാജഭരണകാലത്ത് നമ്മൾ അന്തഃപുരം എന്ന് പറഞ്ഞിരുന്നത്. ആ അന്തഃപുരം എഴുതുന്നത് കണ്ടോ, ഇതിനൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട്. ഞാൻ ഇതൊക്കെ വിശദമായിട്ട് നമ്മളെ ഈ വാക്കുകളെല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ നിയമങ്ങൾ പറയും. നിയമങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വിസർഗത്തിന് ശേഷം ഷ, ഷ, സ എന്നീ അക്ഷരങ്ങൾ വന്നാൽ മാത്രമേ ഇരട്ടിപ്പിച്ചെഴുതാവൂ, അല്ലാതെ ഏതക്ഷരം വന്നാലും ഇങ്ങനെ എഴുതാവൂ, വിസർഗമിട്ട് പ. അതേസമയം ഷ, ഷ, സ വരികയാണെങ്കിൽ എനിക്ക് വിസർഗത്തെ ഉപേക്ഷിച്ച് ഇരട്ടിപ്പിച്ചെഴുതാനും ഉള്ള അവകാശമുണ്ട്. ഇപ്പൊ മനസാക്ഷി സംസ്കൃത വാക്ക, എനിക്ക് ഇങ്ങനെയും എഴുതാം എങ്ങനെയും എഴുതാം. മനസാക്ഷിന്ന് ഇങ്ങനെയും എഴുതാം. എന്താ കാരണം എന്നറിയോ? ഈ വിസർഗം, നമ്മളിപ്പോ ചിഹ്നമൊക്കെ പഠിച്ചതിന്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഇതിനൊക്കെ നമുക്ക് ആവശ്യമല്ലേ? അപ്പോ വിസർഗത്തിന് ശേഷം ശ, ശ, സ എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ വിസർഗത്തെ ഉപേക്ഷിച്ച് ഇരട്ടിപ്പ് സ്വീകരിക്കാം എന്നൊരു നിയമമുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങളാണെങ്കിൽ മാത്രം ഷ, ഷ, സ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മാത്രം എനിക്ക് വിസർഗത്തെ ഉപേക്ഷിച്ച് ഇരട്ടിപ്പ് സ്വീകരിക്കാം. ബാക്കി ഒന്ന് വന്നാലും എഴുതാൻ പാടില്ല. അപ്പൊ അന്തഃപുരം എന്ന് സംസ്കൃത വാക്കാണ്, ഇങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അടുത്ത നോക്കാം, അന്തഛിദ്രം. ഓർമ്മയുണ്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതല്ലേ, കഴിഞ്ഞ LD-യുടെ ചോദ്യമാണ് അന്തഛിദ്രം. ഇപ്പോൾ ലിസ്റ്റ് നിലവിലുള്ള HSA മലയാളത്തിനും ചോദിച്ച പദശുദ്ധിയാണ് അന്തഛിദ്രം. കലഹം, വഴക്ക് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അന്തഛിദ്രം. ഇങ്ങനെയാ എഴുതുക. ഇത് മാത്രമേ ശരിയുള്ളൂ. ഇത് തെറ്റാണെന്ന് ഉറപ്പിച്ചു പറയുന്നു, ആവർത്തിച്ചു പറയുന്നു. അപ്പൊ അന്തഛിദ്രം ഇതാണ് ശരി. അപ്പൊ ഇത്രയും വാക്കുകൾ ഏതൊക്കെ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആയി തുടങ്ങുന്ന വാക്കുകൾ മാത്രമേ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോ അനാച്ഛാദനം അതാണ് ശരി, അനിശ്ചിതം അതാണ് ശരി, അനിവാര്യം അത് അനുഗ്രഹം. അപ്പോ അനുഗ്രഹീതൻ എന്ന് ഇങ്ങനെയാണ് എഴുതുക. ശ്രദ്ധിക്കേണ്ട വാക്കുകൾ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അനുരഞ്ജനം, അനുഷ്ഠിക്കുക 0 ഢായാണ്. അനുസരിക്കുക 1 സാമതി. അന്വേഷിക്കുക, അന്ധകാരം, അന്തഃപുരം, അന്തഛിദ്രം. അപ്പൊ ഇതെല്ലാം എന്താണ്? തെറ്റായ പ്രയോഗങ്ങളാണ്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ ഈ തെറ്റുകൾ നമ്മുടെ മുമ്പിൽ വേണം. ഇതെല്ലാം തെറ്റാണ്, ഇതാണ് ശരിയായ പ്രയോഗങ്ങൾ. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. അടുത്ത നോക്കാം, അന്തർരാഷ്ട്രീയം, അന്താരാഷ്ട്രീയം. ഇപ്പോൾ നമ്മൾ തൽക്കാലം അന്താരാഷ്ട്രീയമാണ് ശരിയെന്ന് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ചും കുറച്ച് നിയമങ്ങൾ ഉൾപ്പെടെ പറയാനുണ്ട്. വിസർഗസന്ധിയിൽ ഒരു നിയമമുണ്ട്. 2 രാ അടുത്തടുത്ത് വന്നാൽ ആദ്യത്തെ രാ ഇല്ലാതായി അതിന് തൊട്ടു മുമ്പിലുള്ള അക്ഷരം ചുരുക്കമാണെങ്കിൽ ദീർഘിക്കണം എന്നൊക്കെ. അപ്പൊ ഇതിനകത്തൊക്കെ കാര്യമുണ്ടെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. അപ്പൊ നമ്മളിപ്പോ പദശുദ്ധി പഠിക്കുക, അത് നമ്മൾ സന്ധിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഇപ്പൊ ശ്രദ്ധിക്കുക, അന്തർരാഷ്ട്രീയം എന്ന പ്രയോഗം തെറ്റാണ്, അന്താരാഷ്ട്രീയമാണ് ശരി. ഈ വാക്കൊക്കെ നമുക്ക് വാക്യശുദ്ധിയിലും ചോദിച്ചൂടെ? അപ്പൊ അന്തർരാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞൊരു സെന്റൻസ് തരാം, അതിനകത്ത് തെറ്റായ ഭാഗം ഏതെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് എഴുതാം എന്ത്? അന്തർരാഷ്ട്രീയം തെറ്റാണ്, അന്താരാഷ്ട്രീയമാണ് ശരി. അന്തസത്ത, ഞാൻ നേരത്തെ പറഞ്ഞ നിയമപ്രകാരം നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ലേ? അപ്പോ വിസർഗത്തിന് ശേഷം സ വന്നതുകൊണ്ട് തന്നെ വിസർഗമില്ലാതെ ഇരട്ടിപ്പ് സ്വീകരിക്കുന്ന വിധത്തിലും എഴുതാം. ഇത് രണ്ടും ശരിയാണ്. കാരണം ഇങ്ങനെ 2 തരത്തിലൊക്കെ എഴുതാവുന്നത്, അങ്ങനെ രണ്ടും എഴുതാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചില പരീക്ഷകൾക്ക് ചോദിക്കാം ഏതൊക്കെ രീതിയിൽ ശരിയാക്കാം, A ശരി, B ശരി, Aയും Bയും ശരി എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് നമ്മൾ കാണുന്നതാ. അപ്പൊ അന്തസത്ത ഈ 2 രീതിയിലും എഴുതാം. എന്താണെന്ന് ഞാൻ തൽക്കാലത്തേക്കൊന്ന് പറയാണ്. ഈ വിസർഗത്തിന് ശേഷം ഷ, ഷ, സ ഈ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ വിസർഗമില്ലാതെ എന്ത് ചെയ്യാം? ഇരട്ടിപ്പ് സ്വീകരിക്കാം. അടുത്ത നോക്കിയേ, അപകർഷത തെറ്റായ പ്രയോഗമാണ്. എന്താണ് ശരി? അപകർഷം. നല്ലൊരു ചോദ്യമല്ലേ? അപകർഷതാബോധം എന്നൊക്കെ പറയുന്നത് തെറ്റാണ്, അപകർഷബോധമാണ് ശരി. അപ്പൊ അപകർഷത തെറ്റ്, അപകർഷം ശരി. ഏറ്റവും മോശപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അപകൃഷ്ടൻ.
അപ്പോൾ ഉത്കൃഷ്ടൻ എന്നുള്ള ഉത്കൃഷ്ടം എന്നുള്ളതിന് വിപരീതമാണ് അപകൃഷ്ടം. അപ്പൊ അപകൃഷ്ടൻ തെറ്റായ പ്രയോഗമാണ്. ഏതാണ് ശരി? ഈ അപകൃഷ്ടനാണ് ശരി. അടുത്ത നോക്കാം, അപഗ്രഥനം. കെട്ടഴിക്കൽ, ഇഴകീറി പരിശോധിക്കൽ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അപഗ്രഥനം. ഇതാണ് ശരിയായ പ്രയോഗം, അപഗ്രഥനം. അതിന്റെ വിപരീതവും കൂടി തൽക്കാലം ഒന്ന് പഠിക്കാം, ഒന്ന് ഓർത്തു വെക്കാം. ഉദ്ഗ്രഥനം, കൂട്ടിക്കെട്ടൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഉദ്ഗ്രഥനമാണ് ഇതിന്റെ വിപരീതം. അപ്പോ അപഗ്രഥനം എന്നുള്ളത് ഇതാണ് ശരി. അടുത്ത നോക്കിയേ, അപാകത. നമ്മൾ പറയാറുണ്ട് കണ്ടിട്ട് എന്തോ ഒരു അപാകത തോന്നുന്നു, അല്ലെ? അത് തെറ്റാണ്. അപാകമാണ് ഏറ്റവും ശരിയായ പ്രയോഗം. അടുത്ത നോക്കാം, അഭീഷ്ടസിദ്ധിക്കായി വഴിപാട് നടത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? അഭീഷ്ടം എങ്ങനെയാണ് എഴുതുക? അഭീഷ്ടം, ഇതാണ് ശരി, അഭീഷ്ടം. അഭ്യസിക്കപ്പെട്ട വിദ്യയോടുകൂടിയവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് ശരി? അഭ്യസ്ത വിദ്യൻ ആണ് ശരി. അപ്പൊ അത് ഒറ്റപ്പദമായിട്ട് ചോദിച്ചാലും കിട്ടുവേ. അഭ്യസിക്കപ്പെട്ട വിദ്യയോടുകൂടിയവൻ, ഒറ്റപ്പദം അഭ്യസ്ത വിദ്യൻ. അടുത്ത വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാരും, നല്ല ഒന്നാന്തരം ഒരു ചോദ്യമാണ്. ഇതൊരു PYQ കൂടിയാണ്. LD ടൈപ്പിസ്റ്റിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അർത്ഥാന്തരന്യാസം കേട്ട് വല്ല പരിചയമുണ്ടോ? അർത്ഥാന്തരന്യാസം കേട്ടിട്ടില്ല അല്ലെ? അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഉപമ, ഉൽപ്രേക്ഷ എന്നൊക്കെ പറഞ്ഞ അലങ്കാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അതുപോലെ മലയാളത്തിൽ ഒരു അലങ്കാരത്തിന്റെ പേരാണ് അർത്ഥാന്തരന്യാസം. സാമാന്യകാര്യത്തെ വിശേഷകാര്യം കൊണ്ടോ വിശേഷകാര്യത്തെ സാമാന്യകാര്യം കൊണ്ടോ സമർത്ഥിക്കുന്ന അലങ്കാരമാണ് അർത്ഥാന്തരന്യാസം. എഴുതുന്നത് ശ്രദ്ധിച്ചോ. അപ്പോ ഇവിടെ അർത്ഥത്തിനാണ്, ഈ അർത്ഥത്തിനാണ് പ്രാധാന്യം, ഈ അർത്ഥത്തിനല്ല. ഈ അർത്ഥമാണെങ്കിൽ അത് പകുതി എന്നതിലേക്ക് മാറും. അപ്പൊ ഇതാണ് ശരി, അർത്ഥാന്തരന്യാസം, ശരിയായ പ്രയോഗം. അടുത്ത നോക്കാം, അയ്യമ്പൻ. അഞ്ചമ്പോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് അയ്യമ്പൻ. ആരാണ് അയ്യമ്പൻ എന്ന് മനസ്സിലായോ? അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ ഞാനൊന്ന് പറയാം. മലരമ്പൻ, പഞ്ചബാണൻ, ചൂതസായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് അയ്യമ്പൻ. ആരാണ്? കാമദേവൻ. അഞ്ചമ്പോട് കൂടിയവൻ. പരമശിവൻ കൊടുത്ത ബാണങ്ങളാണ് ചൂതത്തിന്റെ പൂവ്, അശോകത്തിന്റെ പൂവ്, അരവിന്ദത്തിന്റെ പൂവ്, പിന്നെ കരിങ്കൂവളത്തിന്റെ പൂവ്, പിച്ചകത്തിന്റെ പൂവ് ഒക്കെ കൂടെ ചേർന്ന ആ ബാണമാണ് പഞ്ചബാണം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള പേരാണ് അയ്യമ്പൻ. അപ്പൊ കാമദേവന്റെ മറ്റൊരു പേര്. എഴുതുന്നത് ശ്രദ്ധിച്ചോ, ഇങ്ങനെയാണ് എഴുതുക. അടുത്ത നോക്കിയേ, അല്ലന്ന് ആണോ ശരി, അല്ലെന്ന് ആണോ ശരി? ഇതാണ് ശരിയായ പ്രയോഗം, അല്ലെന്ന്. അടുത്ത നോക്കിയേ, അവശിഷ്ടം. കണ്ടും കേട്ടും നല്ല പരിചയമുള്ളതാ അല്ലെ? അവശിഷ്ടത്തിന് ഏത് ഡായ ആണെന്ന് ശ്രദ്ധിച്ചോ, ഈ ഡായ ആണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് അവസ്ഥ അല്ലെ? ഈ അവസ്ഥയാണ് ശരി. അപ്പൊ ഇത് ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെയും കൊടുക്കാം, അവസ്ഥ. അപ്പോ അന്താരാഷ്ട്രീയം, അന്തസ്സത്ത, അപകർഷം, അപകൃഷ്ടൻ, അപഗ്രഥനം, അപാകം, അഭീഷ്ടം, അഭ്യസ്തവിദ്യൻ, അർത്ഥാന്തരന്യാസം. ഇതിനകത്ത് PYQs ഒക്കെ കണ്ടില്ലേ? അർത്ഥാന്തരന്യാസം ചോദിച്ചതാണ്. അപ്പോ അയ്യമ്പൻ, അല്ലെന്ന്, അവശിഷ്ടം, അവസ്ഥ. അപ്പൊ ഈ രീതിയിൽ എഴുതാവുന്നത് കൊണ്ട് ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ അക്ഷരമാലാക്രമത്തിൽ നമ്മൾ വരികയാണ്. അപ്പോ അടുത്തതിലേക്ക് പോകാം. അവസാനം ഒരു സാ മതി. അപ്പൊ ഇത് ശരി, ഇത് തെറ്റ്. അവധി, ഇതല്ല ശരി, ഇതാണ് ശരി. അശേഷം, എത്ര സാ വേണം? ഒരു സാ മതി അശേഷത്തിന്. അപ്പോ ഈ അടുത്തിടെ വന്നൊരു ചോദ്യമല്ലേ അശേഷം? അശേഷം പരീക്ഷയ്ക്ക് അടുത്തിടെ വന്നിരുന്നു, അശേഷം. അടുത്ത നോക്കിയേ, അഷ്ടമി. ഒരു പെൺകുട്ടിയുടെ പേരായിട്ട് നിങ്ങൾക്ക് കേട്ട് നല്ല പരിചയമാണ്. ഒരു തിഥിയുടെ പേരാണ് അഷ്ടമി. യെസ്, ഡായ ആണ് വേണ്ടത്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാമോ? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദശുദ്ധിയാ. കാരണം ഇത് വ്യക്തമായി പറയാണ്, 3 തവണയിലധികം വന്നൊരു ചോദ്യമാണ് അസന്ദിഗ്ധം. ഇത് എങ്ങനെയൊക്കെയാ വന്നേന്ന് സഹിതം പറയാം.
മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ആണോ ശരി, മന്ത്രി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു ആണോ ശരി എന്നാണ് വാക്യശുദ്ധിയിൽ ചോദിച്ചത്. സംശയത്തിനു വിഷയമായത് ഒറ്റപ്പദമായിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ അസന്ദിഗ്ധം എന്ന പദം 3 ഓപ്ഷനിൽ ഒന്നായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് അസന്ദിഗ്ധം. ഈ വാക്ക് വന്ന വഴി ഒന്ന് മനസ്സിലാക്കി തരാം, നോക്കാം. സന്ദേഹം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സംശയം. ഓക്കെ, സന്ദേഹം എന്ന് വെച്ചാൽ അർത്ഥം സംശയം. സംശയത്തിനു വിഷയമായത് സംശയത്തിനു വിഷയമായത് സന്ദിഗ്ധം. സംശയമൊന്നുമില്ലാതെ എന്നുള്ളതിന് ഒറ്റപ്പദം എന്താണ്? അസന്ദിഗ്ധം. സംശയമൊന്നുമില്ലാതെ എന്താണ്? അസന്ദിഗ്ധം. അപ്പോ ഇതാണ് ശരിയായ പ്രയോഗം. ഇതെങ്ങനെയാ നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറച്ചുപോയി, അസന്നിഗ്ധം എന്ന് കേട്ടങ്ങ് നമ്മുടെ മനസ്സിൽ അങ്ങനെ ആക്കി വെച്ചേക്കുക. അപ്പൊ അത് തെറ്റാണ്. ഏതാണ് ശരി? അസന്ദിഗ്ധമാണ് ശരി. അടുത്തത് നോക്കാം. എത്രയോ തവണ വന്നൊരു ചോദ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അസ്തമനമാണോ ശരി, അസ്തമയമാണോ ശരി? നമ്മൾ പലയിടത്തും കേട്ടിട്ടില്ലേ, ഉദയാസ്തമന പൂജ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അസ്തമനം തെറ്റായ പ്രയോഗമാണ്, അസ്തമയം ആണ് ശരി. അതായത് അസ്തം പ്ലസ് അയം, അസ്തമയം ആണ് ശരി. പിരിച്ചെഴുതാൻ ചോദിച്ചാലും ശരിയാക്കണം. അസ്തം പ്ലസ് അയം, അസ്തമയം. താഴ്ചയെ പ്രാപിക്കൽ എന്നാണ് ശരിയായ അർത്ഥം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ പദശുദ്ധിയും ഒറ്റപ്പദവും കൂടെ കയറി ചോദിക്കുന്നത് അല്ലെ? അപ്പൊ താഴ്ചയെ പ്രാപിക്കൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതെന്ന് തന്നിട്ട് അസ്തമനം, അസ്തമയം ഒക്കെ ഉള്ളത് പല ഓപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അത് തെറ്റരുത്, അസ്തമയം ആണ് ശരി. അപ്പൊ അർത്ഥം സഹിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റത്തില്ല. നമുക്ക് ആ തെറ്റ് കാണുമ്പോൾ അങ്ങോട്ട് നോക്കാൻ പോലും നമുക്ക് തോന്നത്തില്ല. ഓക്കെ, അപ്പോ താഴ്ചയെ പ്രാപിക്കൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് ശരി? അസ്തമയം. അടുത്ത നോക്കാം. അസഹനീയം, സഹിക്കാൻ പറ്റാത്തത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് ശരി? അസഹനീയം ആണ് ശരി. പ്രജ്ഞ നശിച്ചവൻ, ബോധം നശിച്ചവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് ശരി? അസ്തപ്രജ്ഞൻ. അടുത്ത തെറ്റാൻ സാധ്യതയുള്ള ഒരു വാക്ക് ശ്രദ്ധിക്കുക. അസ്ഥിവാരം. നമ്മുടെ മനസ്സിൽ അസ്ഥിവാരം എന്ന് കേൾക്കുമ്പോൾ അസ്ഥിവാരം തോണ്ടിയെടുക്കും എന്നൊക്കെയുള്ള ഒരു ഓർമ്മയാ വരുന്നേ. അപ്പൊ നമ്മൾ വിചാരിക്കും കുഴിച്ചിട്ടിട്ട് ആ അസ്ഥി തോണ്ടിയെടുക്കുക എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ അസ്ഥിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ആദ്യമേ പറഞ്ഞുകൊട്ടെ. ഫൗണ്ടേഷൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്? അസ്ഥിവാരം. ഇതാണ് ശരിയായ പ്രയോഗം. അപ്പൊ അസ്ഥിവാരം ഇതാണ് ശരി. അപ്പൊ ബോധം നശിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അസ്തപ്രജ്ഞൻ ഇതാണ്, അസ്ഥിവാരം ഇതാണ്. അസ്വാസ്ഥ്യം ഇതാണ് ശരിയായ പ്രയോഗം. അഴിമതി ഇതാണ് ശരി. ആകാംക്ഷ ഇതാണ് ശരി. ആശ്ചര്യമല്ല, ആശ്ചര്യം. നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക. ആശ്ചര്യം ആണ് ശരിയായ പ്രയോഗം. അപ്പോ അവധി, അശേഷം, അഷ്ടമി, അസന്ദിഗ്ധം, അസ്തമയം, അസഹനീയം, അസ്തപ്രജ്ഞൻ, അസ്ഥിവാരം, അസ്വാസ്ഥ്യം, അഴിമതി, ആകാംക്ഷ, ആശ്ചര്യം, ഇതൊക്കെയാണ് ശരിയായ പ്രയോഗങ്ങൾ. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. അപ്പൊ ഈ ശരിയായ വാക്കുകൾ എഴുതിയെടുത്ത് തന്നെ സൂക്ഷിക്കുക. അടുത്ത നോക്കിയേ. കാൽമുട്ടുവരെ നീണ്ട കയ്യോടുകൂടിയവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഒരുപാട് തവണ ഒറ്റപ്പദത്തിന് ചോദിച്ചിട്ടുള്ളതാണ്. കാൽമുട്ടുവരെ നീണ്ട കയ്യോടുകൂടിയവൻ. ആ ജാനു ബാഹു ആണ് ശരിയായ പ്രയോഗം. കാൽമുട്ടുവരെ നീണ്ട കയ്യോടുകൂടിയവൻ. അടുത്ത് നോക്കിയേ. ആഡംബരമുള്ളവര് അകത്തോട്ട് കയറണ്ടെന്ന് അങ്ങ് ഓർത്ത് വെച്ചിരുന്നാ മതി. ആഡംബരമുള്ളവര് അകത്തോട്ട്, വലിയ ആഡംബരം കാണിക്കുന്നവര് പുറത്തങ്ങ് നിന്നാ മതി എന്നല്ലേ? അപ്പൊ ആഡംബരത്തിന്റെ ഡ ഏതാന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ വരത്തില്ലേ? അകത്തോട്ട് കയറണോ വേണ്ടയോ എന്ന് അടുത്ത കൺഫ്യൂഷൻ അല്ലേ? അപ്പൊ ഇതാണ് ശരിയായ പ്രയോഗം, ആഡംബരം. അടുത്തത്
ആണത്തം, ഇതാണ് ശരി. ഇതിനൊക്കെ വ്യക്തമായ നിയമങ്ങളുണ്ട്, അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറയുമെന്ന് പറഞ്ഞല്ലോ. മലയാള പദങ്ങളോടൊപ്പം മാത്രമേ ഇത്തം വരികയുള്ളൂ. സംസ്കൃത പദങ്ങളോടൊപ്പമാണ് എന്ത് വരുന്നത്? ത്വം വരുന്നത്. അപ്പൊ മലയാള പദമാണ് ആണത്തം എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ശരി. മണ്ടത്തം അല്ലെ, അതൊക്കെ എന്താണ്? മലയാളമാണ്. അടിമത്തം ഒക്കെ പറയുന്നത് മലയാളമാണ്. അടുത്ത നോക്കാം, ആണെന്ന്, ഇതാണ് ശരിയായ പ്രയോഗം. ആണല്ലോ. സൽക്കാരം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ആദിത്യം. ആദിത്യ മര്യാദ എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ആദ്യം ത പിന്നെ ധ എന്നുള്ള ഓർഡർ ശ്രദ്ധിച്ചോളുക. ആദിത്യം. അടുത്ത നോക്കിയേ, അതിഥിയെ സ്വീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാ, അതിഥിയെ സ്വീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത് എന്നുള്ളത്. അപ്പോ അതിഥിയെ സ്വീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ആതിഥേയൻ. അപ്പോ ഒറ്റപ്പദമായിട്ടും പദശുദ്ധിയായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം തിഥി നോക്കാതെ വരുന്നവൻ അതിഥി എന്ന് നമുക്കറിയാം. അപ്പൊ ഇതേ ഓർഡർ തന്നെയാണ് ആദിത്യം എന്നുള്ളതിനും ആതിഥേയൻ എന്നുള്ളതിനും ശ്രദ്ധിക്കുക. ആദ്യം ത പിന്നെ ധ. ഓക്കെ. അടുത്തത്, നമ്മൾ പലപ്പോഴും നോട്ടീസിലൊക്കെ അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാണും, അധ്യക്ഷത എന്നൊക്കെ കാണും. അപ്പൊ നമ്മുടെ മനസ്സിൽ അഥവാ ഓപ്ഷനിൽ ആധ്യക്ഷം എന്നൊരു വാക്ക് കാണുക, നമ്മുടെ മനസ്സിൽ അത് തെറ്റാണ്, അധ്യക്ഷൻ അല്ലേ ശരി എന്നങ്ങ് ഉറച്ചു പോയേക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആധ്യക്ഷ്യം എന്നുള്ളതും ശരിയായ പ്രയോഗമാണ്. അപ്പൊ ഇത് ശരിയായ പ്രയോഗം. അതേസമയം അധ്യക്ഷം എന്ന് പറയാൻ പാടില്ല, അധ്യക്ഷ്യം എന്ന് പറയാൻ പാടില്ല, ആധ്യക്ഷ്യം എന്നുള്ളത് ഇതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ആധുനികം, തെറ്റായ പ്രയോഗം. ഏതാണ് ശരി? ആധുനികം ആണ് ശരി. ആന്തരികം, തെറ്റായ പ്രയോഗം. ഏതാണ് ശരി? ആന്തരികം. അടുത്ത നോക്കിയേ, ആപശങ്ക, ആപത്തുണ്ടാകുമോ എന്ന ശങ്ക. ഒറ്റപ്പദം കണ്ടോ? ആപശങ്ക എന്ന് ഇങ്ങനെയാണ് എഴുതുക. കാരണം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇതും സന്ധിയിൽ നമ്മൾ പഠിക്കുന്നതാ, എങ്കിൽ പോലും ഒന്ന് പറയാം. ആപത് അധികം ശങ്ക ആണ് ആപശങ്ക. പ്ലസിന് മുമ്പ് ഒരു എളുപ്പ വഴിയാണേ, പ്ലസിന് മുമ്പ് തായും പ്ലസിന് ശേഷം ഷായുമാണ് വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിട്ട് വരും? ഇച്ഛായിട്ട് മാറും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി അല്ലേ? അപ്പൊ അതുപോലെ ആ തായും ഷാ, അത് ചേർത്തെഴുത്തിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. തായും ഷായുമാണ് വരുന്നതെങ്കിൽ ഇച്ഛായിരിക്കും. അടുത്ത നോക്കാം, പാദം മുതൽ ശിരസ് വരെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് ശരിയെന്ന് കണ്ടോ? ആപാദചൂഡം. ഈ ചൂടം എന്ന് വെച്ചാൽ അർത്ഥം ശിരസ് എന്നാണ്. അത് പദശുദ്ധിക്ക് അല്ലാതെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? LD ഖാദി ബോർഡ് LDക്ക് ചോദിച്ചതാ, ചൂടാമണി പദശുദ്ധിക്ക്. അപ്പൊ സാ തിരിച്ചിടുന്ന ഡായാണ്, അകത്തോട്ട് കേറണ്ട. അപ്പൊ ചൂടം എന്ന് വെച്ചാൽ അർത്ഥം ശിരസ് എന്നാണ്. ആപാദചൂഡം എന്ന് ഇങ്ങനെയാ എഴുതുക. ആർഭാടം, ഇതാണ് ശരിയായ പ്രയോഗം. അപ്പോ ആജാനുബാഹു, ആഡംബരം, ആണത്തം, ആണെന്ന്, ആണല്ലോ, ആദിത്യം, ആതിഥേയൻ, ആധ്യക്ഷ്യം, ആധുനികം, ആന്തരികം, ആപശങ്ക, ആപാദചൂഡം, ആർഭാടം. ഇത്രയുമാണ് ശരിയായ പ്രയോഗങ്ങൾ. അടുത്ത നോക്കാം, പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ആവർത്തി അല്ല ശരി, ആവൃത്തിയാണ് ശരി. അതേസമയം അതിന്റെ ക്രിയാരൂപം വരുമ്പോ ആവർത്തിക്കുകയാണ് ശരി. ഇതേപോലെ ഈ കുടുംബത്തിൽ 2-3 പേരൂടെ ഉണ്ട്. ഇപ്പൊ പറയാറില്ലേ, ഇപ്പൊ എന്നെ കൊണ്ട് യാതൊരു നിവർത്തിയുമില്ല. നിവർത്തിയല്ല ശരി, നിവൃത്തിയാണ് ശരി. അതേപോലെ പ്രവൃത്തിയല്ല ശരി, പ്രവൃത്തിയാണ് ശരി. അപ്പോ ഇതാണ് ശരിയായ പ്രയോഗം. ആവശ്യം തെറ്റായ പ്രയോഗം. ഏതാണ് ശരി? ആവശ്യമാണ് ശരി. ആവർത്തനം അല്ല ആവർത്തനം. പറഞ്ഞില്ലേ, അതിന്റെ ക്രിയാരൂപം വരുമ്പോ ആവർത്തിക്കുകയാണ് ശരി. ആച്ഛാദനം, നമ്മൾ തുടക്കത്തിൽ അനാച്ഛാദനം പറഞ്ഞിരുന്നില്ലേ? മറ നീക്കുക. അപ്പൊ മറയ്ക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ആച്ഛാദനം. അടുത്തത് ആൾക്കാർ, തെറ്റായ പ്രയോഗം. ഏതാണ് ശരി? ആളുകൾ ആണ് ശരി. അപ്പൊ വ്യക്തിയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആൾ. അപ്പോ ഒരുപാട് പേരുള്ളപ്പോൾ നമ്മൾ ആൾക്കാർ അല്ല ശരി, ആളുകൾ ആണ് ശരിയായ പ്രയോഗം. അപ്പൊ ആളുകൾ, ആൾക്കാർ തെറ്റായ പ്രയോഗമാണ്. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, അടുത്ത ആഴ്ച കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ, പെണ്ണ് കാണാൻ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ ആൾക്കാരല്ല ആളുകൾ എന്ന് തിരുത്തി പറയാൻ ശ്രദ്ധിക്കാം. അടുത്ത നോക്കിയേ, ഇങ്ങനെ,
തെറ്റായ പ്രയോഗം ഏതാണ് ശരി? ഇങ്ങനെ ആണ് ശരി. ഇല്ലെങ്കിൽ ഉച്ഛിഷ്ടം. അടുത്തത് നോക്കാം. അടുത്തത് ഉച്ഛ്വാസം. അടുത്ത നോക്കിയേ ഉജ്ജ്വലം, ഉടമസ്ഥൻ. അടുത്തത് ഉത്കൃഷ്ടം, ഏറ്റവും മികച്ചത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്? ഉത്കൃഷ്ടം. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ ഉച്ഛിഷ്ടം, ഉച്ഛ്വാസം, പിന്നെ ഉജ്ജ്വലം, ഉടമസ്ഥൻ. ഉത്കൃഷ്ടം എന്ന് വെച്ചാൽ ഏറ്റവും മികച്ചത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ അതിന്റെ വിപരീതം നമ്മൾ നേരത്തെ പറഞ്ഞു, നികൃഷ്ടം, അപകൃഷ്ടം ഒക്കെ പറയാം. അപ്പൊ ഏറ്റവും മികച്ചത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഉത്കൃഷ്ടം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തിലേക്ക് പോകാം. ഉദ്ഘാടനം. നമ്മൾ പല നോട്ടീസുകളിലും ഒക്കെ കാണുന്ന ഒരു തെറ്റാണ് ഉദ്ഘാടനം. ഇതാണ് ശരിയായ പ്രയോഗം. അടുത്തത് ഉദ്ബോധനം, ഉത്കണ്ഠ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാണ് ശരിയായ പ്രയോഗം, ഉദ്ദിഷ്ടം. അടുത്ത നോക്കിയേ, നല്ല ഊർജത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാ അല്ലെ? ഊർജസ്വലൻ അല്ല ശരി, അതായത് ഊർജ്വസ്വലൻ അല്ല ശരി, ഊർജസ്വലനാണ് ശരി. അപ്പൊ ഈ ചിഹ്നം നമുക്ക് ഏറ്റവും ഈസി ആയ ഒരു വാക്കാണ്. എന്നാലും ഓപ്ഷൻ കാണുമ്പോൾ ഇത് എവിടെ ചേർക്കുന്ന ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഊർജസ്വലനാണ് ശരി. അടുത്തത് എങ്ങനെ, എതിർപ്പ്, എതിർപ്പല്ല എതിർപ്പാണ് ശരി. അടുത്ത നോക്കിയേ, ഒരേ സ്വരത്തോടുകൂടി, നല്ല ഒന്നാം തരം ചോദ്യം, PYQ കൂടിയാണ്, നല്ലയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാ, ആശയക്കുഴപ്പം വരുന്ന ഒരു വാക്കാ. നോക്കിയേ, ഒരേ സ്വരത്തോടുകൂടി, ഒരേ അഭിപ്രായത്തോടുകൂടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഐകകണ്ഠേന, ഐകകണ്ഠേന. ഓക്കെ, ഈ ചിഹ്നം വേണ്ട. ഐകകണ്ഠേന, ഒരേ സ്വരത്തോടുകൂടി, ഒരേ അഭിപ്രായത്തോടുകൂടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഐകകണ്ഠേന. അപ്പൊ കണ്ഠം എന്ന് വെച്ചാൽ കഴുത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സ്വരം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ഐകകണ്ഠേന, ഇതാണ് ശരി. ഐക്യത, തെറ്റായ പ്രയോഗം ഏതാണ് ശരി? ഐക്യമാണ് ശരി. അതൊക്കെ നമ്മൾ നിയമം അനുസരിച്ച് ഏകത, ഏകത്വം, ഐക്യം ശരി, ഐക്യത തെറ്റെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ തൽക്കാലം ഐക്യത തെറ്റാണ്, ഐക്യം ശരി എന്ന് പഠിക്കാം. അടുത്ത് നോക്കിയേ, ഒരേ മനസ്സുള്ള അവസ്ഥ എന്നുള്ളതിന് ഒറ്റപ്പദമാണ് ഐകമത്യം. അപ്പൊ ഐക്യമത്യമല്ല, ഐകമത്യം. ഐകമത്യം മഹാബലമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരേ മനസ്സുള്ള അവസ്ഥ. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് ശരി? ഐഹീകം. ഐഹീകം തെറ്റാണ്, ഐഹികം എന്ന് തന്നെ ഉറപ്പിച്ചു പഠിക്കുക. അതിന്റെ വിപരീതവും നമ്മൾ ഇനി പഠിക്കും. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. അപ്പോ ഐഹികം ഇതാണ്, ഐച്ഛികം ഇതാണ് ശരി, ഒഴിവ് ഇതാണ് ശരി. അപ്പോ ഉദ്ഘാടനം, ഉദ്ബോധനം, ഉത്കണ്ഠ, ഉദ്ദിഷ്ടം, ഊർജസ്വലൻ, എങ്ങനെ, എതിർപ്പ്, ഐകകണ്ഠേന, ഐക്യം, ഐകമത്യം, ഐഹികം, ഐച്ഛികം, ഒഴിവ് ഒക്കെ ശ്രദ്ധിക്കാം. അടുത്ത നോക്കാം. ഔദാര്യത, തെറ്റായ പ്രയോഗമാണ്. ഏതാണ് ശരി? ഔദാര്യം ആണ് ശരി. ഉദാരത, ഉദാരത്വം, ഔദാര്യം ശരി, ഔദാര്യത തെറ്റ്. അപ്പൊ അത് നമ്മൾ ടോപ്പിക് വൈസ് നാമശബ്ദ നിഷ്പാദനങ്ങൾ എന്നുള്ളതിൽ പഠിക്കും. അപ്പൊ തൽക്കാലം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഔദാര്യത തെറ്റ്, ഔദാര്യം ശരി എന്ന് മനസ്സിലാക്കാം. അടുത്ത നമ്മൾ സ്വരാക്ഷരങ്ങൾ ഒരുവിധമായി. അപ്പൊ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അപ്പൊ അത്രയും കൂടി കുറച്ച് വാക്കുകൾ കൂടി നമുക്കൊന്ന് പഠിക്കാം ഇന്ന്. കണ്ടുപിടുത്തം, തെറ്റായ പ്രയോഗം ഏതാണ് ശരി? കണ്ടുപിടിത്തമാണ് ശരി. കനിഷ്ഠ സഹോദരൻ എന്ന് വെച്ചാൽ ആരാണ്? ഇളയ സഹോദരൻ. അപ്പൊ നമ്മൾ ജ്യേഷ്ഠൻ, മുതിർന്ന ആൾ. ജ്യേഷ്ഠന്റെ വിപരീതമാണ് അനുജൻ. അപ്പൊ അനുജൻ കൂടാതെ നമുക്ക് ഒരു വാക്കുകൂടി പറയാം. ഏതാണ്? കനിഷ്ഠൻ. അടുത്തത് കർശനം, ഒരു ശാമതി. ഏറ്റവും അധികം ചോദിച്ച ഒരു പദശുദ്ധി കവി അല്ലെ? കവിയുടെ എതിർലിംഗം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കവയിത്രി എന്ന് ഇങ്ങനെയാ എഴുതുക. കഷ്ടപ്പാട്, കഴിവ്, കാട്ടാളത്തം ഇതാണ് ശരി. മലയാള പദങ്ങളോടൊപ്പം മാത്രമേ ഇത്തം വരുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സംസ്കൃത പദങ്ങളോടൊപ്പമാണ് ത്വം വരിക. അപ്പൊ മലയാള പദമാണ് കാട്ടാളത്തം. അടുത്ത നോക്കിയേ, കാഠിന്യത, തെറ്റായ പ്രയോഗമാണ്. കാഠിന്യം ആണ് ശരി. കഠിനത ശരി, കഠിനത,
കഠിനത്വം, കാഠിന്യം ശരിയായ പ്രയോഗമാണ്, കാഠിന്യത തെറ്റായ പ്രയോഗമാണ്. ഇത് മൂന്നും ശരിയാണ്. അടുത്തത് കാരാഗ്രഹം, തെറ്റായ പ്രയോഗം ഏതാണ് ശരി? കാരാഗൃഹം ആണ് ശരി. കുടുംബം ഇതാണ് ശരി. കുട്ടിത്തം ഇതാണ് ശരി. അപ്പോ ഇതും മലയാള പദമാണ്. കുട്ടിത്തം എന്ന് മനസ്സിലായില്ലേ? കുലപാതകം തെറ്റാണ്. ഏതാണ് ശരിയായ പ്രയോഗം? കൊലപാതകം. കുലച്ചു നിൽക്കുന്ന വാഴ അല്ലെ, കൊലവാഴയാണോ ശരി, കുലവാഴയാണോ ശരി എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് ശരി? കുലവാഴയാണ് ശരിയായ പ്രയോഗം. അടുത്ത നോക്കാം, കോപിഷ്ഠൻ. കോപിഷ്ഠൻ ഇതാണ് ശരിയായ പ്രയോഗം. അടുത്ത നോക്കിയേ, കുടില ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കുടിലത, കുടിലത്വം, കൗടില്യം ഇത് ഇത്രയും ശരിയായ പ്രയോഗങ്ങളാണ്. കൗടില്യത തെറ്റായ പ്രയോഗമാണ്. അടുത്തത് ഈ വർഷം വന്ന ചോദ്യമാണ് കൃത്രിമം. നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ എന്ന് പറയും. അപ്പൊ കൃത്രിമം വിപരീതമാണ് നൈസർഗികം. അപ്പൊ കൃത്രിമം എങ്ങനെയാ എഴുതുന്നത് കണ്ടോ? ഇതാണ് ശരി. ഇതായിരുന്നു പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇത് തെറ്റാണ്. അടുത്ത നോക്കാം, കൃത്യനിഷ്ഠ. നിഷ്ഠ PYQ ആണ്. അപ്പൊ കൃത്യനിഷ്ഠ എന്ന് ഇങ്ങനെയാ എഴുതുക. അടുത്തത് ക്രീഡ, കളി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, അകത്തോട്ട് കേറണ്ട എന്ന് ഓർക്കുക. അടുത്ത നോക്കാം, ക്രൗര്യത തെറ്റായ പ്രയോഗമാണ്. ക്രൗര്യമാണ് ശരി. അപ്പൊ നമ്മൾ പല കൃതികളിലും ക്രൗര്യത തോന്നുന്ന മുഖം എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്രൗര്യത തെറ്റായ പ്രയോഗമാണ്. ക്രൂരത, ക്രൂരത്വം, ക്രൗര്യം ആണ് ശരിയായ പ്രയോഗം. ക്രൗര്യത തെറ്റാണ്. അടുത്ത നോക്കിയേ, ക്ഷണനക്കത്ത് തെറ്റായ പ്രയോഗമാണ്. ക്ഷണക്കത്താണ് ശരിയായ പ്രയോഗം. ബുദ്ധിമുട്ടുള്ളത്, പ്രയാസമുള്ളത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ക്ലിഷ്ടം. ഇതാണ് ശരിയായ പ്രയോഗം. ദരിദ്രൻ തെറ്റായ പ്രയോഗമാണ്. ദരിദ്രനാണ് ശരി. അടുത്തത് ദാരിദ്ര്യം തെറ്റായ പ്രയോഗമാണ്. ദാരിദ്ര്യം ആണ് ശരി. അടുത്തത് ദ്വിത്വം തെറ്റായ പ്രയോഗം. ഈ ചിഹ്നം വേണം. ദ്വിത്വമാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആണെന്ന് തോന്നും. ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. ഉറപ്പിച്ചു പഠിക്കുക. ദ്വിത്വം, നമ്മൾ ദ്വിത്വസന്ധി എന്നൊക്കെയല്ലേ പറയുക. ദ്വിത്വം. അടുത്തത് ദിവസേന തെറ്റായ പ്രയോഗമാണ്. ദിവസേനയാണ് ശരി. ദുർചിന്ത തെറ്റായ പ്രയോഗമാണ്. ദുശ്ചിന്തയാണ് ശരിയായ പ്രയോഗം. ദുർവാസാവ് അല്ല ശരി. ദുർവാസാവ് പുരാണത്തിലെ കോപിഷ്ഠനായ ഒരു കഥാപാത്രമാണ് അല്ലെ. അപ്പൊ ഒരു സാമതി ദുർവാസാവ്. അടുത്ത നോക്കി, പലപ്പോഴും പറയാറുണ്ട് കൊച്ചുങ്ങളെ ഉള്ള ദുർശീലം ഒക്കെ പഠിപ്പിച്ചു വെച്ചേക്കാന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ദുർശീലം തെറ്റായ പ്രയോഗമാണ്. ദുശ്ശീലമാണ് ശരി. അടുത്ത നോക്കാം, ദുഷ്യന്തൻ ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക. അടുത്തത് ദുഷ്ടൻ. അടുത്ത നോക്കാം, മലയാളത്തിലെ ഒരു അലങ്കാരമാണ് ദൃഷ്ടാന്തം. നമ്മൾ നേരത്തെ അർത്ഥാന്തരന്യാസം എന്ന് പറയുന്ന ഒരു വാക്ക് പരിചയപ്പെട്ടല്ലോ. ഒരു അലങ്കാരത്തിന്റെ പേരാന്ന് പറഞ്ഞു. അതുപോലെ ഒരു അലങ്കാരമാണ് ദൃഷ്ടാന്തം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദൃഷ്ടാന്തം ഒന്നിനെ ബിംബ പ്രതിബിംബങ്ങളാക്കുക എന്നൊക്കെയാണ് ലക്ഷണം. അപ്പൊ അലങ്കാരം ഒന്നും നമ്മുടെ പരീക്ഷയ്ക്ക് സിലബസിൽ ഇല്ലെങ്കിൽ പോലും ആ അലങ്കാരങ്ങളിലേക്ക് പാടുള്ള അലങ്കാരങ്ങൾ, അതായത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള അലങ്കാരങ്ങളൊക്കെ നമുക്ക് പദശുദ്ധിക്ക് കയറി വരുന്നത് കാണാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു ചോദ്യമായിരുന്നു ദൃഷ്ടാന്തം. അപ്പൊ അതിങ്ങനെയാ എഴുതുക. ദൃഷ്ടി ഇങ്ങനെയാണ് എഴുതുക. അടുത്തത് ദൈന്യത തെറ്റായ പ്രയോഗമാണ്. ദൈന്യം ആണ് ശരി. അപ്പോ ദീനത, ദീനത്വം, ദൈന്യം ശരിയായ പ്രയോഗമാണ്. എന്താണ് തെറ്റ്? ദൈന്യതയാണ് തെറ്റ്. അടുത്ത നോക്കിയേ, ദൈവത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ദൈവികം. അതാണ് ശരിയായ പ്രയോഗം. ദൈവികം തെറ്റാണ്. ദ്രൗപദി തെറ്റായ പ്രയോഗമാണ്. ഏതാണ് ശരി? ദ്രൗപദി ആണ് ശരി. ദ്രുപദന്റെ പുത്രി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ദ്രൗപദി എന്നേ എഴുതാവൂ. പേരല്ലേ, അവരിഷ്ടമുള്ള പോലെ എഴുതട്ടെ എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്താഗതി കാണും. പക്ഷെ ഇതിന് വ്യക്തമായ അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതാവൂ. അപ്പൊ ദ്രുപദന്റെ പുത്രി എന്നുള്ളതിന് ഒറ്റപ്പദമാണ് ദ്രൗപദി. ഇരട്ട എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ദ്വന്ദ്വ സമാസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ദ്വന്ദ്വൻ അല്ലെ, ദ്വന്ദ്വയുദ്ധം, രണ്ടുപേർ തമ്മിൽ നടത്തുന്ന യുദ്ധത്തിന് പറയുന്നതാണ്. അപ്പൊ ഇരട്ട എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ദ്വന്ദ്വൻ. അപ്പോ ദ്വന്ദ്വൻ ഇതാണ്. അടുത്ത നോക്കിയേ,
ധാർമ്മികം തെറ്റായ പ്രയോഗമാണ്. ഏതാണ് ശരി? ധാർമ്മികം ആണ് ശരി. നഗരത്തെ സംബന്ധിക്കുന്നത് നാഗരികമല്ല. ഏതാണ് ശരി? നാഗരികം ആണ് ശരി. അപ്പോ ദുർചിന്തയല്ല, ദുശ്ചിന്ത. ദുർവാസാവ്, ഇതാണ് ശരി. ദുർശീലമല്ല, ദുശ്ശീലം. ദുഷ്യന്തൻ, ദുഷ്ടൻ. ദൃഷ്ടാന്തം, ദൃഷ്ടി. ദൈന്യം, ദൈവികം. ദ്രൗപദി, ദ്വന്ദ്വൻ. ധാർമ്മികം, നാഗരികം. അപ്പൊ ഇതാണ് ശരിയായ രൂപങ്ങൾ. അപ്പോ ഇത്രയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? അപ്പൊ നമ്മൾ ഇന്നൊരു 10 സെറ്റാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. അപ്പോൾ ദാ വരെ അല്ല, നമ്മൾ നാ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ചേർത്ത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച പദശുദ്ധികൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് പറയാണ്, നമ്മൾ എന്ത് പഠിച്ചാലും അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കത്തേയില്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പദശുദ്ധിയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കി പിന്നെ വ്യക്തമായി പഠിക്കുക. അപ്പോൾ ഓക്കെ, ശരി, നന്ദി, നമസ്കാരം.